أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹനിധികളായ സർഗറാത്തീബിലെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ 40ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രവേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഈ 40ാമത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അൽ ഫായിദത്തു താസിയത്തു ഫിൽ ഫളീലത്തി ദുആ എന്നാണ്. അൽ ഫായിദത്തു താസിയത്തു ഫി ഫളീലത്തി ദുആ. ഈ 9ാമത്തെ ഫായിദ ദുആയുടെ പവിത്രത, ശ്രേഷ്ഠത വിവരിക്കുന്നതിലുള്ളതാണ്. എത്രയോ തവണകളും നമ്മൾ കേട്ടതാണ്, വയല് പറയുന്നവരും ആണ്. എന്നാൽ മഹാനവറുകൾ കൊടുത്ത ഫായിദയിൽ ദുആയുടെ ഫളീലത്ത് എന്താണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ഭുതം കൂറാം. നോക്കുക, പരിശോധിക്കാം. വഹിയ, ഈ ദുആയുടെ ഫളീല് പറയുന്ന 9ാമത്തെ ഫായിദ ജലീലത്തും, അത് വലിയൊരു ഫായിദ തന്നെയാണ്. എന്ത് വിഷയത്തിൽ? ഫീ ഫളീലി ദുആഇ, ദുആയുടെ ശ്രേഷ്ഠതയിൽ പറയുന്ന വലിയൊരു ഫായിദ. വണ്ണമായതാണ്, പദങ്ങൾ ചുരുങ്ങി ഒരുപാട് ആശയം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള വലുപ്പമുണ്ട് ഇതിന്. അതും തന്നെ എവിടുന്ന് എടുത്തു പറയുകയാണ്? നഖലുണ്ട്. ഖാല ഇബ്നു ഹജർ, ബഹുമാനപ്പെട്ട നമ്മുടെ ശാരി പറയാണ്, ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഫീ മൗലിൻ ആഖറ മിൻ ഖാതിമത്തുൽ ഫതാവ. ഖാതിമത്തുൽ ഫതാവ എന്ന് പറഞ്ഞ വിഷയം ഇന്നലെ നമ്മൾ ഉദ്ധരിച്ചല്ലോ. അതേ ഖാതിമത്തുൽ ഫതാവ എന്ന് പറയുന്ന കിതാബിന്റെ മറ്റൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഫായിദത്തൻ, ഒരു ഫായിദ പറഞ്ഞു. അയ്യോ ഫായിദ, അത് വല്ലാത്തൊരു ഫായിദയാണ്. എന്താണത്? അല അന്നദ്ദാഇയ ലാ യുഖയ്യബു അബദാ. എന്താണ് ഫായിദ? മനസ്സിലാക്കുക. പ്രാർത്ഥിക്കുന്നവനെ ഒരിക്കലും അല്ലാഹു തആല കൈവിടുകയില്ല, വെറുതെയാക്കുകയില്ല. അതിന് ഉത്തരം അല്ലാഹു തആല നൽകിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ഫായിദയാണ് ആ വിഷയം പറഞ്ഞത്. കാരണം അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ഇദാ അല്ലക അല ദുആഇ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു കാര്യം ദുആയുടെ മേലാണ് അല്ലാഹു ബന്ധിപ്പിച്ചതെങ്കിൽ, ഹായിബാക്കൂല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ആ ദായിയെ അല്ലാഹു തആല ദുആയുടെ മേൽ ബന്ധിപ്പിക്കുമ്പോൾ ഫവാളിഹുൻ വുജൂദുൽ ഫായിദതി ഫിഹി, ആ പ്രാർത്ഥനയിൽ കിട്ടുന്ന വലിയൊരു നേട്ടമുണ്ട്, അത് വ്യക്തമാണ്. വ അലൈഹി, ആ ഒരു ഫായിദയുണ്ടല്ലോ, കിട്ടുന്ന ഫായിദ, അതിന്റെ മേലിൽ യുഹ്മദു ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബിയുടെ ഖൗലിനെ പുകഴ്ത്തപ്പെടാം. എന്താണ് ആ വാക്ക്? ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആഉ എന്നാ നബി പറഞ്ഞത്. ഖലാ എന്ന് പറയുന്നതിനെ ദുആയല്ലാതെ തടുക്കൂല. ഖലാ ഉണ്ടെങ്കിൽ അതിനെ തട്ടിമാറ്റാൻ പറ്റുന്നത് പ്രാർത്ഥന മാത്രമാകുന്നു എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. ആ വാക്ക് ഈ പറഞ്ഞ വലിയൊരു ഫായിദയുണ്ടാകുമല്ലോ പ്രാർത്ഥനയിൽ. അപ്പൊ അത് ഖായിബാക്കുകയില്ല എന്നല്ല പറഞ്ഞല്ലോ. അതാണ് അതിന്റെ മേൽ നബിയുടെ വാക്കിനെ പുകഴ്ത്തപ്പെടുന്നത്. വൈൻകാന, അങ്ങനെ താലീഖുണ്ടെങ്കിൽ അറിഞ്ഞു, വൈൻകാനം യുഅല്ലിഖ് അലാ ദാലിക, പ്രാർത്ഥനയുടെ മേൽ അല്ലാഹു തആല താലീഖാക്കിയില്ല എന്ന് വെച്ചോ. താലീഖാക്കിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവും ലഭിക്കും. ഇനി പ്രാർത്ഥിക്കുക എന്നതിന്റെ മേൽ അല്ലാഹു തആല ബന്ധിപ്പിച്ചില്ല ഒരു കാര്യം തീരുമാനിക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കാൻ, ഇങ്ങനെയാണ് എങ്കിൽ ഫഫായിദത്തുഹു സവാബു, എന്നാൽ ആ പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം എന്താ? അസ്സവാബു, പ്രതിഫലം കിട്ടും. എങ്ങനെ കൂലി കിട്ടല്? ലിഅന്ന ദുആഅ മിനൽ ഇബാദത്തി ബൽ മിൻ അൻഹാ, ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇബാദത്തല്ലേ, ഇബാദത്താണെന്ന് മാത്രം വെക്കേണ്ട, അങ്ങേ അറ്റത്തെ ഇബാദത്താകുന്നു പ്രാർത്ഥന. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചാൽ കൂലി ലഭിക്കും എന്ന് പറയുന്നത്.
അപ്പൊ അല്ലാഹു തആല ഒരു കാര്യത്തെ തീരുമാനിക്കുവാനും നടപ്പാക്കുവാനും പ്രാർത്ഥനയുടെ മേൽ ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും അടിമ പ്രാർത്ഥിക്കണം. അത് ഇബാദത്താണ്. അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങേയറ്റത്തെ ഇബാദത്തുമാണ്. അങ്ങനെ അടിമ ചെയ്താൽ അതിന് ലഭിക്കുന്നു. നേരെ മറിച്ചുകൊണ്ട് തീരുമാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ പ്രാർത്ഥിക്കണമെന്നാണോ അല്ലാഹു തആല താരീഖാക്കിയിട്ടുണ്ട് എങ്കിൽ, ബന്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് വലിയൊരു നേട്ടവുമാണ്. അപ്പൊ പ്രാർത്ഥിച്ചെങ്കിൽ തരുവില്ലെങ്കിൽ തരുള്ളൂ എങ്കിൽ പ്രാർത്ഥിക്കണ്ടേ. അപ്പൊ രണ്ട് നിലപാട് വെച്ച് നോക്കിയാലും പ്രാർത്ഥന ഒഴിവാക്കേണ്ട ഒന്നല്ല. ഇബാദത്താണെന്നിലേക്ക് അങ്ങനെ തെളിവ് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അദ്ദുആഉ മുഖുൽ ഇബാദത്തി, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇബാദത്തിന്റെ ഞെണുവാണ്. മാത്രമല്ല വഅയ്ലൻ, വീണ്ടും പറയട്ടെ, എന്ത് ദുആ ഇബാദത്തിന്റെ ഞെണുവാണ്. ഞെണുയില്ല എങ്കിൽ ഒന്നിനും ജീവിതമില്ലല്ലോ. ഉദാഹരണമായി നമ്മളൊക്കെ ഇങ്ങനെ ഓടുന്നതും ചാടുന്നതും നമ്മുടെ ശരീരത്തെ പടച്ച് മാംസങ്ങൾ പടച്ചതിന്റെ ഉള്ളിൽ എല്ല് തന്നു. ആ എല്ലിന്റെ ഉള്ളിൽ മജ്ജയുണ്ട്. അതെങ്ങാനും ഇല്ലാതെയായ നമ്മൾ തളർന്നു പോകും. എന്നതുപോലെ ഏതൊരു ആരാധനക്കും ഞെണുവാണ് ദുആ. ദുആയില്ലാത്ത ഒരു ഇബാദത്തും ലോകത്ത് അല്ലാഹു തആല വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇബാദത്തിന്റെ ഉൾസത്ത ദുആയാണെന്ന് പറയാൻ. വഅയ്ദൻ വീണ്ടും കാണാം, ഫയുബദ്ദിലുല്ലാഹു ദാഇയ ബദലമാ ദഅ ബിഹി. അല്ലാഹുവിനോട് ഈ അടിമ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന ആൾക്ക് അല്ലാഹു തആല പകരമായി കൊടുക്കുമല്ലോ. ബദലമാ ദഅ ബിഹി, ഏതൊന്നുകൊണ്ടാണോ അവൻ പ്രാർത്ഥിച്ചതെങ്കിൽ ആ പ്രാർത്ഥിച്ചതിന് പകരമായി അല്ലാഹു അവന് നൽകും. ബിമാ, ഒന്നുകൊണ്ട്, ലം യുഖദ്ദർ ലഹു, അവന് കണക്കാക്കപ്പെട്ടിട്ടേ ഇല്ലാതെ, മിമ്മാ ഹുവ മിസ്ലു ദാലിക, അതുപോലത്തതിൽ നിന്ന് അവന് കണക്കാക്കപ്പെട്ടിട്ടേ ഇല്ല. അങ്ങനെ കണക്കാക്കപ്പെടാത്തത് കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവനെന്താണോ പ്രാർത്ഥിച്ചതെങ്കിൽ അതിന് പകരമായി അവൻ കണക്കാക്കാത്തത് അല്ലാഹു തആല വേറെ നൽകുന്നു പകരമായി എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കൊടുക്കുന്നത് വഅഫ്ളലു മിൻഹു, അത് മാത്രമല്ല അതിനേക്കാൾ അഫ്ളലാണ്, അതിനേക്കാൾ അഫ്ളലായതും അല്ലാഹു തആല നൽകും. ഖമാ യലീഖു ബിവുജൂദി വകറമിഹി വസഅതി ഫളിഹി വജമീലിഹി. അല്ലാഹു തആലയുടെ ജമീൽ എന്ന് പറയുന്ന സിഫത്ത്, ഫളിൽ എന്ന് പറയുന്ന സിഫത്ത് വിശാലത, അതിന്റെ ഫളിൽ കൊണ്ടും കറമ കൊണ്ടും ജൂദ് കൊണ്ടും എന്തൊക്കെയാണോ യോജിച്ചതെങ്കിൽ ആ യോജിച്ചതുപോലെ അള്ളാഹു അതിനേക്കായും ഉന്നതമായും നൽകിക്കൊണ്ടേയിരിക്കും. അപ്പൊ പ്രാർത്ഥനയുടെ ഫലം ഇങ്ങനെയൊക്കെയാണ്. ഏതൊരു നിലപാടിൽ ആലോചിച്ചാലും പ്രാർത്ഥന ഒഴിവാക്കാൻ ഒരു മാർഗവും നമുക്ക് ഇല്ല. ഇല്ലേ? നിങ്ങൾ നോക്കൂ, ഒരു ഹദീസ് കാണാം നമുക്ക്. മാമിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ ഔ ഖതീഅത്തു റഹ്മിൻ ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസിൻ ഇമ്മാ അൻ യുഅജ്ജില ലഹു ദഅവതുഹു വഇമ്മാ അൻ യുദ്ഖിറഹാ ഫിൽ ആഖിറതി വഇമ്മാ അൻ യക്ഷിഫ അൻഹു മിനസ്സൂഇ. ഇങ്ങനെയൊക്കെ ധാരാളം നമുക്ക് കാണാൻ കഴിയുമല്ലോ. എന്താ പറയുന്നത്? ഒരൊറ്റ മുസ്ലിമും, എങ്ങനത്തെ മുസ്ലിം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന നടത്തി, അങ്ങനത്തെ ഒരൊറ്റ മുസ്ലിമും തന്നെ ഇല്ല. ആ പ്രാർത്ഥനയിൽ എന്തില്ല? കുറ്റമായതൊന്നുമില്ല, ഗർഭപാത്രം കുടുംബബന്ധത്തെ മുറിച്ചു കളയുന്നൊന്നുമില്ല. ആ രൂപത്തിൽ നല്ലൊരു പ്രാർത്ഥന നടത്തിയ ഒരു മുസ്ലിമും, ആ ഒരു മുസ്ലിമിന് ആ പ്രാർത്ഥനയ്ക്ക് പകരം 1/3 അല്ലാഹു തആല കൊടുത്തിട്ടല്ലാതെ ഇല്ല. 1/3 അവൻ ചോദിച്ചത് വേഗത്തിൽ അവൻ കൊടുക്കാം. ഇല്ല എങ്കിൽ ആഖിറത്തിന് വേണ്ടി അത് പാത്തുവെക്കും. ഇല്ല എങ്കിൽ ഇവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസിപ്പ്, വിഷമാവസ്ഥയുണ്ട്, മോശമായത്, അതിനെ തൊട്ടൊക്കെ അല്ലാഹു തആല അവനെ നീക്കിക്കളയും. ഈ സംഭവം പറയുമ്പോൾ സ്വഹാബാക്കൾ കേട്ടപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ അധികരിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പനെ പറഞ്ഞു അല്ലാഹു അക്ബർ, അള്ളാഹു നല്ലോണം അധികരിപ്പിക്കും. നല്ലോണം ചോദിച്ചാൽ നല്ലോണം അള്ളാഹു തആല ഉത്തരം നൽകും. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളിലായിക്കൊണ്ടാണ് അള്ളാഹു തആല പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് നൽകുക. അപ്പൊ പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കാൻ പാടുള്ളതല്ല. ഇബാദത്ത് എന്ന നിലപാടിൽ എന്തായാലും പാടില്ല. അപ്പൊ ഒഴിവാക്കാതെ എടുക്കണം. അത്രയും പുണ്യമാണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയല്ലേ അല്ലാഹു തആല ഖൈർ നൽകിയില്ല, നിബന്ധന വെച്ചില്ല. എന്തിന്?
അൽ-ഇസ്തിജാബത ലിദ്ദുആഇ, പ്രാർത്ഥനക്ക് ഉത്തരം ഇന്നത് എന്ന് പറഞ്ഞില്ല, എന്തും കൊടുക്കും അല്ലാഹു തആല. വലം യുഖയ്യിദ്ഹാ ബിശൈഇൻ, അത് ഇന്ന വസ്തു കൊണ്ട് എന്ന് അല്ലാഹു തആല നിബന്ധന വെക്കുകയോ ഷർത്താക്കുകയോ കൈദ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ കൈദൊന്നും നൽകാതെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം എന്ന് മാത്രമേ അല്ലാഹു തആല പറഞ്ഞുള്ളൂ. ഫഖാല അസ്സ മിൻ ഖായിൽ, അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന. വഖാല റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ പറഞ്ഞു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ? ആലോചിച്ച് നോക്കൂ. അതാണ് ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മൻ ഉഅ്തിയ ദുആ, ഒരാൾക്ക് ദുആയിക്കാനുള്ള കഴിവ് നൽകി ദുആർന്നാൽ, ഉഅ്തിയൽ ഇജാബത, അയാൾക്ക് ഉത്തരം അല്ലാഹു തആല കൊടുക്കും. അപ്പൊ ദുആർന്നാൽ ഉത്തരം കിട്ടാതിരിക്കുകയില്ല. മറ്റൊരു ഹദീസിൽ കാണാം, മാ കാന അല്ലാഹു ലിയഫ്തഹ അലാ അബ്ദിൻ ബാബദ് ദുആഇ വയഗ്ലിക അൻഹു ബാബൽ ഇജാബത്തി. ഒരടിമക്ക് ദ്വാരക്കുക എന്ന കവാടം അല്ലാഹു തആല തുറന്നു കൊടുത്തു. എന്നിട്ട് അവനെ തൊട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്ന കവാടം അടക്കുകയും ചെയ്യും. ഇങ്ങനെ അല്ലാഹുക്ക് യോജിച്ചതല്ല. പ്രാർത്ഥിക്കുക എന്ന കവാടം തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം നൽകുക എന്ന കവാടവും അല്ലാഹു തആല തുറന്നു വെക്കും, അടച്ചിടുകയില്ല. അപ്പൊ ഈ ഹദീസൊന്നും ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകും എന്ന് തന്നെയാണ്. വീണ്ടും അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, മറിച്ചു നോക്കുക, നമുക്ക് കാണാം, ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി എന്ന് കാണാം. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്നോട് പ്രാർത്ഥിച്ചാൽ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും. പക്ഷെ ഇന്ന ഉത്തരം അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഉത്തരം കിട്ടും. ഇനി ഇവിടെ നമുക്ക് ചർച്ച, ഉൽ ഫിഅലു, പ്രവൃത്തി, വഇൻ കാന ബി ഹൈസിൽ ഇസ്ബാത്തി, ഇവിടെ ഇസ്ബാത്തിന്റെ പിറകിൽ, ആ ഇസ്ബാത്തിന്റെ നേരിൽ ഫീല് വന്നു. എന്താ ഇസ്ബാത്ത്? നിങ്ങൾ എന്നോട് ദ്വായിരക്കുക, എന്നിട്ട് ഞാൻ അതിന് ഉത്തരം നൽകുമെന്ന്. ഈ ഉത്തരം നൽകും എന്ന് പറയുന്ന പ്രവൃത്തി ഒരു മുസ്ബത്തല്ലേ? ആ ഇസ്ബാത്തിന്റെ ഹൈസ്, ഇസ്ബാത്തിന്റെ നേരിൽ വരുന്ന ഫെയില് ലാ ഉമൂമ ലഹു, അതിന് ഉമൂമില്ല. മുസ്ബത്തിന്റെ വേഗത്തിൽ പ്രവൃത്തി വന്നത് ആമാണെന്ന് മനസ്സിലാക്കണ്ട. പിന്നെന്താ? ലാകിന്നഹു, എങ്കിലും ഫെയില് ഫീ മഖാമിൽ ഇംതിനാനി, ഗുണങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക എന്ന പോസ്റ്റിൽ വരികയാകുമ്പോ ലിൽ ഉമൂമി, ഉമൂമിനുള്ളതാണ്. അപ്പൊ ഇവിടെ ഇംതിനാനാണ് അല്ലാഹു തആല ചെയ്യുന്നത്. പ്രാർത്ഥിച്ചോളി, ഞാൻ അങ്ങനെ ഉത്തരം നൽകുന്ന അത് ഇംതിനാന് ഗുണം ചെയ്യാണ്, അതെന്തു ആവാം, അതെല്ലാം വിടുവേ. ഏതുപോലെ കമാ ഖാലു ബിഹി, പണ്ഡിതന്മാർ അതുകൊണ്ട് പറഞ്ഞതുപോലെ. എവിടെ? പിന്നെ കിറത്തു ഫീ സിയാഖിൽ ഇംതിനാനി അവിൽ ഫീലി, ഒരു ഗുണം ചെയ്തു കൊടുക്കുക എന്നതിന്റെ നേർവാട്ടിൽ നിക്റ, അല്ലെങ്കിൽ പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ സിയാഖിലുള്ളതായി വരുന്ന ഒരു നിക്റ, അവിടെ നിക്റ ഉണ്ടാവുക. നിക്റ എന്ന് പറഞ്ഞാൽ ഇന്നൊന്നുമില്ലല്ലോ. വൻ നിക്റത്തുൽ മുസ്ബതത്തു മിൻ വാദിൻ വാഹിദിൻ, ഒരേ ഒരാളിൽ നിന്ന് വരുന്ന സ്ഥിരപ്പെട്ടതായ മുസ്ബത്തായ നിക്റ, അത് ഉമൂമൻ നിലക്ക് മുസ്ബത്തായ നിക്റ, അദ്മ ഉമൂമൻ അല്ലാതെയും വരാം, ഒരാളിൽ നിന്നൊക്കെ വരുന്നത്. അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല ഉത്തരം നൽകും. ഉത്തരം നൽകുക എന്ന് പറയുന്ന പ്രവൃത്തി മുസ്ബത്തിന്റെ വേക്കിൽ വന്നാൽ ഉമൂമില്ല. ഇംതിനാന്, ഗുണം ചെയ്തു കൊടുക്കുക എന്ന പോസ്റ്റിലാണ് വന്നതെങ്കിൽ ഉമൂമാണ്. അപ്പൊ ഏതും അള്ളാഹു തആല നൽകും എന്നാണ്. ഒരേ ഒരാളിൽ നിന്ന് വരുന്നതല്ല ഇത്. അപ്പൊ ഒരേ ഒരാളിൽ നിന്ന് വരുമ്പോൾ അത് ആമായിട്ടും ആമല്ലാതെയൊക്കെ വരാം. എന്നാൽ മുസ്ബത്തായ നിക്റയുടെ വിധി എന്നൊക്കെ അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം. ഫതഅമ്മൽ ദാലിക കുല്ല, ഈ പറഞ്ഞത് മുഴുവൻ നീ മനസ്സിലാക്കിക്കോ. ഫഇന്നഹു ളഹറ ലി, നിശ്ചയമായിട്ടും ആ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. വലാ മസീദ അലാ ഹുസ്നി വ തഹഖീഖിഹി, ഇതിനേക്കാൾ വലിയൊരു സ്ഥാനം നീ മനസ്സിലാക്കുവാനോ തഹഖീഖാക്കുവാനോ നല്ലതോ ഇതിനേക്കാൾ സ്ഥാനം ഒന്നിനുമില്ല എന്നുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ
ഖാത്തിമത്തുൽ ഫത്താവ എന്ന് പറഞ്ഞത്. ആ വാക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ശറഹു റാത്തിബുൽ ഹദ്ദാദിന്റെ മുസന്നിഫായ ഹബീബ് റളിയല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അതേ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കന്നെ നോക്കാം. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് ثم رأيت بعضهم أشار لبعض ذلك. ചില പണ്ഡിതന്മാരെ ഞാൻ കണ്ടു, എന്ത് ഈ പറഞ്ഞ ചിലതിലേക്ക് സൂചന അവർ കൊടുത്തതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഫഖാല, അങ്ങനെ പറയുന്നു, എന്തു പറയുന്നു? ലാ യുൻകിറു ദുആ ഇല്ലാ കാഫിർ. അത് പറയാണ് ലാ യുൻകിറു ദുആ, പ്രാർത്ഥനയെ നിഷേധിക്കൂല, ഇല്ലാ കാഫിർ, സത്യനിഷേധിയല്ലാതെ പ്രാർത്ഥനയെ നിഷേധിക്കൂല. മുക്കദ്ദിബുൻ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് കളവാക്കിയാളും. അപ്പൊ ഖുർആൻ കൊണ്ട് കളവാക്കിയവരും സത്യനിഷേധിയുമായ ആളുകൾ മാത്രമേ ദുആ എന്ന് പറയുന്ന സംഗതിയെ നിഷേധിക്കുകയുള്ളൂ. മുഅ്മിനാണോ മുസ്ലിമാണോ നിഷേധിക്കൂല. കാരണം ലിഅന്നല്ലാഹു തആല, പടച്ച തമ്പുരാൻ, തഅബ്ബദ ഇബാദഹു ബി ഗൈരി ആയത്തിൻ, നിരവധി ആയത്തുകളിൽ ദുആ കൊണ്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് തന്റെ അടിയങ്ങളോട് അള്ളാഹു തആല കൽപ്പിച്ചതായി കാണാം. വവഅദഹും ബിൽ ഇസ്തിജാബത്തി അവൽ ഇദ്ഖാരി ഔ യുകഫിറു അൻഹു. നിങ്ങൾ പ്രാർത്ഥിച്ചോ, അതിന് ഞാൻ ഉത്തരം തരും, അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് അത് സൂക്ഷിച്ചു വെക്കും, ഇല്ലെങ്കിൽ അവനെ തൊട്ട് ഞാൻ പാപമോചനം നൽകും എന്നീ ഇത്യാദി കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല ദുആ ചെയ്യുന്ന ആളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ മനസ്സിലാക്കാതെ കളവാക്കിയിട്ട് നടക്കുന്നവർ കാഫിറല്ലാതെ മറ്റാരാകുന്നു? യഥാർത്ഥ ഒരു സത്യവിശ്വാസിക്കോ മുസ്ലിമിനോ പ്രാർത്ഥിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. പ്രാർത്ഥിക്കാതെ പോകുന്നവർ മുഅ്മിനല്ല എന്ന് മനസ്സിലാക്കാം. നഊദു ബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. പ്രാർത്ഥനയാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അത് ഇബാദത്തല്ലേ, ഗൗരവമായിട്ടല്ലേ പറയുന്നത്. വഖാല ആഖറു, വേറെ ഒരാൾ പറയുന്നു, മുൻകിറു ദാലിക, നമ്മൾ നിഷേധിക്കൂല, കാഫിറല്ലാതെ എന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഇതിന്റെ ഗൗരവം ഇനിയും മനസ്സിലാക്കാം. ചില പണ്ഡിതന്മാര് പറയുന്നു, ഈ പ്രാർത്ഥനയെ നിഷേധിക്കുന്നത് ഇമ്മാ ജാഹിർ, ഒന്നിരിക്കൽ പമ്പര വിഡ്ഢിയായിരിക്കാം. അപ്പോ പയുൻഹ അൻഹു അശദ്ദൻ നഹി, അതിശക്തമായ നഹി, അതിനെ തൊട്ട് അവനോട് തടയപ്പെടും. നിന്റെ വിവരക്കേട് ഒഴിവാക്കിക്കോ, ഇത് വലിയൊരു അപകടമാണ്, നീ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ വരാം ഒന്നിരിക്കൽ നിഷേധിക്കുന്നവൻ. അങ്ങനെയല്ല, ജാഹിലായിരിക്കാൻ നിഷേധിക്കുന്നവൻ. ജാഹിലാകുമ്പോൾ അപ്പൊ പ്രാർത്ഥനയെ തൊട്ട് അത് ശക്തമായി തടഞ്ഞുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കൂല, വിവരല്ലല്ലോ, അതുകൊണ്ടാണ്. വൈമാത്തമാദിയ, അല്ലെങ്കിൽ അങ്ങനെ വേണ്ടാത്തത് ചെയ്ത് നടക്കുന്ന ഒരാളായിരിക്കാം. അപ്പോ ബാദൽ ഇൽമി, ഓനറിയാം പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉള്ളത്, പക്ഷെ പ്രാർത്ഥിച്ചില്ല. അങ്ങനെ ഒരു തെറ്റിലായി നീണ്ടങ്ങനെ പോയി, ഒബാബത്ത് ശ്രദ്ധ അല്ലാതെ പോയെന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ ഇത്തരം ആളെ കുറിച്ച് പറയുന്നത് ഫഖദ് കദ്ദബൽ ഖുർആന, അവർ ഖുർആൻ കളവാക്കിയില്ലേ, ശ്രദ്ധിച്ചില്ലല്ലോ, അറിവുണ്ടല്ലോ, പ്രാർത്ഥിച്ചില്ലല്ലോ, അവർ ഖുർആൻ കളവാക്കി. ഫഹുവ മുർത്തദ്ദുൻ, ഖുർആൻ കളവാക്കിയവൻ ഇസ്ലാമെന്ന് പുറത്തല്ലേ. എത്ര ഗൗരവ മോമിനുകളെ, പ്രാർത്ഥന നിസ്സാരമല്ല എന്ന് മനസ്സിലായല്ലോ. വഖാല അലൈഹിസ്സലാത്തു വസ്സലാം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ എന്ന, ഖളാഇനെ തടുക്കുവാൻ പറ്റുന്ന മരുന്ന് ദുആ മാത്രമേ ഉള്ളൂ. അപ്പോ വഖദ് യകൂനു ബി ഇൽമിൽ ഖളാഇ, അങ്ങനെ വരുമ്പോൾ ഖളാഇ എന്ന് പറയുന്ന സിഫത്ത് അല്ലാഹ്ക്കുണ്ടല്ലോ, ആ ഖളാഇന്റെ ഇൽമിൽ എന്താകും, ഉണ്ടാകും. യുഅല്ലിഖു ബിദാലിക്കൽ ഖളാ, അതുകൊണ്ട് ഖളാഇനെ അല്ലാഹു തആല ബന്ധിപ്പിക്കും. അപ്പൊ ഖളാഇന്റെ ഇൽമിൽ ആ ഖളാഇനോട് ഈ പ്രാർത്ഥനയെ ബന്ധിപ്പിക്കും. അങ്ങനത്തെ ഒന്ന് അവിടെ ഉണ്ടാകും. വലാ യകൂനു ഇല്ലാ ഹുവ, അപ്പോൾ അതല്ലാതെ ഉണ്ടാവുകയില്ല. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടും. അത് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാൻ ഞാൻ സംഗതി നടക്കുകയില്ല. അത് പ്രാർത്ഥിച്ചെങ്കിലേ കിട്ടും. അങ്ങനെ വിധിയെങ്കിൽ പ്രാർത്ഥിക്കണം. ഏതുപോലെയൊക്കെ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ല, എന്ത്, ഇഅ്മലൂ ഫകുല്ലും മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, നിങ്ങൾ പ്രവർത്തിക്കുക, എല്ലാതും ഏതൊന്നിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അതിലേക്ക് എളുപ്പമാക്കപ്പെട്ടതാണ്. അപ്പൊ പ്രാർത്ഥിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ ഫലമായി ഇസ്തിജാബത്ത് അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കും. അത് എളുപ്പമായ ഒരു മാർഗമാണ്. അത് നിഷ്പ്രയാസമാണ്, പ്രയാസമില്ല.
എന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അൽ ഹദീസ് എന്ന നീണ്ട ഹദീസാണ്. ഇന്ദഹ കലാമുഹു, ഈ ഹദീസും ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ മഹാരഥൻ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവറുകൾ ഫത്താവൽ ഖാത്തിമത്തുൽ ഫത്താവയിൽ പറഞ്ഞത്. ആ കഥ 9ാമത്തെ ഫായിദ ഫളീലത്തു ദുആയിലൂടെയായി നമ്മുടെ ഹബീബ് എന്നവർ നമുക്ക് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. അൽഹംദുലില്ലാഹ്. ഇത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുക. എത്രമാത്രം ഇല്ലേ ധോനിയസ്തജിബിലൊക്കും അവിടെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ, നമുക്ക് പഠിച്ചല്ലോ. ഇനി 3ാമത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനത് എന്താ അറിയാം? 3ാമത്തെ അല്ല, ഇതിലാകെ പറഞ്ഞു. ഇനി ഒരു സംശയമുണ്ട്. എന്താ ആ സംശയം? അതൊരു സംശയമാണ്. ആ സംശയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നീ ചോദിക്കുകയാണ്, എന്താ ചോദ്യം? എന്താ പ്രാർത്ഥിച്ചത് കിട്ടാൻ പോകുന്നത്? അള്ളാഹുവിന്റെ ഖളാവിടെ അല്ലേ? എങ്ങനെയായാലും ആ ഖളാ അല്ലേ ഇവിടെ നടക്കൂ. അപ്പൊ പ്രാർത്ഥിച്ചാൽ ആ ഖളാനെ തടുക്കൂല എന്നാണോ ചോദ്യമെങ്കിൽ സഹോദര മനസ്സിലാക്കണേ. നമ്മുടെ അവിടെ പറഞ്ഞു പ്രാർത്ഥന ഖളാനെ തടുക്കൂന്ന്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും സംഗതി നടക്കാത്തൊന്നുണ്ടാവും. അപ്പൊ ഖളാ എന്താണ്? മരിക്കലാണ്. മരിക്കലാണ് ഖളാ എങ്കിൽ മരിപ്പിക്കല്ലേ പ്രാർത്ഥിച്ചാൽ നടക്കൂലല്ലോ. അങ്ങനെ വന്നാൽ എന്താ പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യം? ഫഅലം, നീ അറിയുക, അന്ന മിൻ ജുംലത്തിൽ ഖളാഇ, ഖളാഇന്റെ ഒരു കൂട്ടത്തിൽപ്പെട്ട് തന്നെയാണ് റദ്ദുൽ ബലാഇ, ബലാഇനെ തടുക്കുക എന്നുള്ളത്. ബിദ്ദുആയി, പ്രാർത്ഥിക്കൽ കൊണ്ട്. അപ്പൊ ബലാഇ ഇവിടെ ഇറങ്ങിയാൽ അത് തടുക്കണം. അത് തടുക്കണമെങ്കിൽ അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല, ബലാ ഇറക്കിയതല്ല, അത് ഖളാ. ഇനി അത് ഒഴിവാക്കണമെങ്കിൽ ഖളാ ദുആയിരിക്കണം, അതും ഖളാ. അപ്പൊ നമ്മൾ ദുആയിരിക്കണം. ഫദ്ദുആഉ, അപ്പോൾ പ്രാർത്ഥന സബബുൽ റദ്ദിൽ ബലാഇ, ബലാ മുസീബത്തിനെ തടുക്കാനുള്ള കാരണമാണ്. വവുജൂദുർ റഹ്മ, റഹ്മത്തുണ്ടാവാനും ഉള്ള കാരണമാണ്. വവുജൂദുർ റഹ്മ, റഹ്മത്തുണ്ടാവാനുള്ള കാരണം കൂടിയാണ്. ഏതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കമാ അന്ന തുർസ, തുർസ് എന്ന് പറഞ്ഞ പരിച, സബബുൽ ലിദഫ്ഇ സിലാഹി, വാളുകൊണ്ടുള്ള വെട്ട് വരുമ്പോൾ അതിനെ തടുക്കാനുള്ള ഒരു കാരണമാണ് പരിച. വൽ മാ, വെള്ളം, സബബുൽ ഖുറൂജിൻ നബാത്തി മിനൽ അർളി, ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ പുറപ്പെടുവിക്കുവാനുള്ള കാരണമാണ് വെള്ളം. ഇതൊന്നുമില്ലാതെ അള്ളാഹ്ക്ക് പടക്കാൻ കഴിയും. പക്ഷെ ഇതൊക്കെ അള്ളാഹ് തീരുമാനം സബബാ എന്നതുപോലെ നീ മനസ്സിലാക്കുക. ഫകമാ അന്ന തുർസ, തുർസി എന്ന് പറയുന്ന സാധനം, അത് പരിച, യദ്ഫഉ സഹ്മ, അത് അമ്പിനെ തടുക്കുന്നുണ്ട്. ഫയതദാഫിആനി, എങ്കിൽ അമ്പും പരിചയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നു. ഏറ്റുമുട്ടുന്നതിന് ഇടയിൽ അമ്പിനെ തടുത്ത് തുലക്കുന്നു. ഏത്? പരിച. എന്നതുപോലെ കദാലിക ദുആ വൽ ബലാൽ, പ്രാർത്ഥനയും ബലാല് മുസീബത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നു. ഏറ്റുമുട്ടുന്ന സമയത്ത് പ്രാർത്ഥന ചെല്ലുന്നു, പ്രാർത്ഥന കൊണ്ട് ബലാഇനെ തടുക്കുന്നു. വലൈസ മിൻ ശർത്തിൽ ഇത്റാഫി ബിൽ ഖളാഇ, പിന്നൊന്ന് മനസ്സിലാക്കേണ്ടത് ഖളാവ് കൊണ്ടുള്ള സമ്മതിക്കുക ആ സമ്മതത്തിന്റെ ഷർത്തിൽ, നിബന്ധനയിൽ പെട്ടതല്ല. എന്ത്? അല്ലാ യഹ്മില സിലാഹ, ആയുധത്തെ വഹിക്കാതിരിക്കുക എന്നുള്ള ഷർത്തല്ല. എനിക്ക് അള്ളാഹു തആല വിധിച്ചതല്ലേ തരോ, അതോട് വെട്ടണ്ടോടത്ത് വെട്ടാനും അതിനുള്ള കാരണം അള്ളാഹു തആല നൽകിയിട്ട് എനിക്ക് വാളൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോകുമോ? പോകുന്നതിന് പൊട്ടനല്ലേ. അപ്പൊ ഖളാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വാള് എടുക്കാതിരിക്കലല്ല, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ വാൾ എന്തിനാണോ അത് ഉപയോഗിക്കണം, അതെടുക്കണം. വഖദ് ഖാല തആല, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, വൽയഖുദൂ ഹിദ്റഹും വഅസ്രിയതഹും, അല്ലേ? അവരുടെ പേടിക്കുന്ന ശത്രുവിനൊക്കെ ഒരു പേടിക്കാൻ അത് ഉള്ള കാരണം വരുമല്ലോ, പേടിക്ക് വരുമ്പോ. അപ്പൊ അതിനെയും പിടിക്കട്ടെ, ആയുധവും കൂടെ പിടിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? അല്ലാഹു തആല, അപ്പൊ അല്ലാഹു തആല കണക്കാക്കി, അൽ അംറ, ഒരു കാര്യത്തെ അല്ലാഹു തആല കണക്കാക്കി, വഖദ്ദറ സബബഹു, അതിന്റെ കാരണത്തെയും അല്ലാഹു തആല കണക്കാക്കി. ആ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം, കാരണം റദ്ദ് എന്ന് പറയുന്ന കാര്യത്തെ തടുക്കാനുള്ളതാണ്. രണ്ടും അള്ളാന്റെ തീരുമാനമാണ്. അപ്പൊ ആ തീരുമാനം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇല്ലേ? ഇനി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് അറിയോ? ഏറ്റവും മുഖ്യമായിട്ട് ചോദിക്കേണ്ടത് എന്താ? ഏത് കാര്യവും ചോദിക്കാം, എങ്കിൽ മുഖ്യമായി ചോദിക്കേണ്ടത് മഗ്ഫിറത്തിനെ കുറിച്ചാ.
അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്ന കാര്യത്തെക്കുറിച്ചാണ് ഏറ്റവും ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ സ്വർഗപ്രവേശനം ലഭിക്കുകയും നരകത്തെ തൊട്ടുള്ള മോചനം പോലത്തെ പാപമോചനത്തെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ ചോദിക്കണം. അപ്പൊ പാപം നീ പുറത്ത് തരണമേ തമ്പുരാനെ, സ്വർഗപ്രവേശനം നീ നൽകണേ തമ്പുരാനെ, നരകത്തിൽ നിന്ന് മോചനം, നരകത്തിലേക്ക് നീ പ്രവേശിപ്പിക്കരുതേ തമ്പുരാൻ എന്ന് തേടണമെന്ന ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഔലഹ നദ്നദ്നു 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 എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഐ ഹൗല സുആലിൽ ജന്നതി വന്നജാതി മിനന്നാർ, നരകത്തെ തൊട്ടുള്ള രക്ഷയും സ്വർഗത്തിനെ ചോദിക്കുക എന്നതിന്റെ ചുറ്റുഭാഗത്തും നദ്നദ്നു എന്ന് പറഞ്ഞാൽ ഖൗലുഹു നദ്നദ്നു എന്ന് പറഞ്ഞാൽ നുസവ്വിതു വനുക്സിറു മിനദ്ദുആ, ഞങ്ങൾ ശബ്ദിക്കുന്നു, കൂടുതൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. പിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദുന്യാവിന്റെ കാര്യം ചോദിച്ചു. അങ്ങനെ ദുന്യാവിന്റെ കാര്യം ചോദിച്ചപ്പോൾ അത് കിട്ടിയില്ല എങ്കിൽ വിഷമിക്കണ്ട. അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് അവ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തറിയോ? അള്ളാഹു തആല ഒരടിമയെ കൊണ്ട് കരുണ ചെയ്യുക എന്നതിൽ പെട്ടതാണ് എന്ത്? ഹാജത്തിൻ ദുന്യവിയ, ദുനിയാവിൽ എന്തോ ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യം നേടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ചെയ്യുന്ന അടിമയോട് അള്ളാഹു തആല കരുണ ചെയ്തു. എന്ത്? ഫലാ യസ്തജീബു ലഹു, പക്ഷേ ഓനപ്പൊ ഉത്തരം കൊടുത്തിട്ടില്ല ദുന്യാവിന്റെ ആവശ്യം. പിന്നെന്തേ അള്ളാഹു തആല കൊടുത്തത്? ബൽ യുഅബ്ബിദുഹു ഖൈറൻ മിൻഹാ, ഇവൻ ചോദിച്ച ദുന്യാവിന്റെ ആവശ്യത്തിനേക്കാൾ ഗുണകരമായത് അവൻ അള്ളാഹു തആല പകരമാക്കി കൊടുക്കും. എന്നാലും പ്രാർത്ഥിച്ചാൽ അതിന് അള്ളാഹു തആല ഉത്തരം നൽകും. അത് റഹ്മത്താണ്. അതുപോലെ തന്നെ വളരെ മോശമായതായിരിക്കുന്ന സംഗതി തിരിച്ചു വിടുക, അങ്ങനെ വരാം. ഓനെ തൊട്ട് മോശമായതൊക്കെ തിരിച്ചു വിടുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയാമോ? നാളാഖിറത്തിലേക്കുള്ളതായ ഒരു മുതൽക്കൂട്ടായിട്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അതിന്റെ ഉത്തരം അവിടേക്ക് അള്ളാഹു തആല വെക്കും. അല്ലെങ്കിൽ അവന്റെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കും. അപ്പൊ ദുന്യാവിന്റെ കാര്യം ചോദിച്ചിട്ട് എനിക്കൊരു കച്ചവടം ചെയ്യേണ്ടിയിരുന്നു, കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഒരേക്കർ ഭൂമി കിട്ടേണ്ടിയിരുന്നു, അതൊന്നും കിട്ടിയില്ലല്ലോ, അതായത് നിരാശപ്പെടേണ്ടതില്ല. അതിനൊക്കെ പ്രതിഫലം മറ്റൊന്ന് അള്ളാഹു തആല വെച്ചിട്ടുണ്ട്. അപ്പോഴേ നമുക്കത് അറിയാൻ കഴിയൂ. ചിലത് ചോദിച്ചാൽ കിട്ടും, അതെന്നെ ആയിരിക്കും, ചിലപ്പോൾ അതല്ലായിരിക്കും എന്നർത്ഥം. എന്നാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും, അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വഖദ് ഖദ്ദംന അർകാന ദുആഇ വഗൈറ ദാലിക ഫീമാ സബഖ, പ്രാർത്ഥിക്കുമ്പോൾ അതിന് നിബന്ധനകളുണ്ട്, അതിന് ഫർളുകളുമുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പേജുകളും താളുകളൊക്കെ നമ്മളെ കയ്യിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ഫർളുഹു ബി അവ്വലിൽ കിതാബി, കിതാബിന്റെ ആദ്യ ഭാഗം ഒന്ന് നോക്കിയാൽ ആ ഫർളും അതുപോലെ തന്നെ ഷർത്തൊക്കെ കിട്ടും. ഇതിന്റെ പുറമെ ഇനി വസാരി ഇമാമിന്റെ കിതാബ് എഴുതിയാലും ദുആക്കുള്ള മര്യാദകൾ കിട്ടും. അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ അത് കാണും ഇൻഷാ അല്ലാഹ്. അങ്ങനെ 9ാമത്തെ ഫായിദ ദുആയുടെ ശ്രേഷ്ഠതയിൽ പറഞ്ഞ് അവസാനിച്ചു. ഇനി 10ാമത്തെ ഫായിദ, അൽ ഫായിദത്തുൽ ആശറ, 10ാമത്തെ ഫായിദ ഫീ ഫദ്ൽ ഇജ്തിമാഇ വി ഹൽഖി ദിക്രി വ കൈഫിയത്തി ഖിറാഅത്തിർ റാത്തിബി. ഇപ്പോൾ നമ്മൾ ആശിച്ചുകൊണ്ടിരിക്കുന്ന, ഒന്ന് ആയി കിട്ടിയെങ്കിൽ എന്ന് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഇപ്പോഴാണ് നമ്മൾ എത്തുന്നത്. ഇതിന്റെ മുമ്പ് 9 വരെയുള്ള ഫായിദകളും ഈ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേരാനുള്ള നല്ലതായ ഒരു റൂട്ടുകളാണ് വിശദീകരിച്ച് തന്നത്. ആ നല്ല റൂട്ടുകൾ നമ്മൾ മനസ്സിലാക്കി ഹൃദിസ്ഥമാക്കിയാൽ, സ്വായത്തമാക്കുകയും അത് ഫലവത്താക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ, 9 ഫായിദയും മനസ്സിലാക്കിയാൽ 10ാമത്തെ ഫായിദയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കരുതിയതായ മുത്തുകളായ റാത്തീബിലെ ദിക്റുകൾ, അതിന്റെ മഹത്വങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതിന്റെ മുമ്പ് ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ? ദിക്റിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്നു, അതിന്റെ പവിത്രതയും അതിന്റെ ശ്രേഷ്ഠതയും, അതുപോലെ റാത്തീബിനെ എങ്ങനെയാണ് ഓതേണ്ടത് എന്നതിനെയും കുറിച്ചാണ് 10ാമത്തെ ഫായിദ. വഹിയ, ഈ ഫായിദയാകുന്നത് അലീമത്തുൻ, വലിയൊരു ഫായിദ തന്നെയാണ്, വണ്ണമായതാണ്. ഇത് ധാരാളം പേജുകളിലൂടെ തന്നെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴാണ് നമ്മൾ ശരിക്കും വിഷയത്തിലേക്ക് വന്നത്. ഇതുകൊണ്ടും ഈ 10ാമത്തെ ഫായിദ കൊണ്ടും അതിന്റെ ശേഷമുള്ള ഫായിദകൾ കൊണ്ടും
നമ്മൾ പ്രകാശിപ്പിക്കും, വിശാലമാക്കും. ആരെ, എവിടെ? പൂർവികന്മാരായ നല്ല സദ്വൃദ്ധരായ ആളുകളുടെ റവാത്തിബുകൾ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പതിവായി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളുടെ മേൽ നിഷേധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം നിഷേധിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ ഈ ഫായിദകളും അതിന്റെ പിറകിലുള്ള ഫായിദകളും വെച്ചിട്ട് നല്ലൊരു പ്രഭ നൽകി വിശാലത നമ്മൾ നൽകും. എന്നിട്ട് മഹാൻ പറയുന്നു, ഫനഖൂലു, നമ്മൾ പറയുന്നു, അമ്മൽ ഇജ്തിമാഉ അലാ ഔറാദി സൂഫിയ്യ വദ്ദിക്രില്ലദീ ലം യരിദ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലദീ വറദ. നബിയെ തൊട്ട് വന്നതായ വെറുതുകളും നബിയെ തൊട്ട് വരാത്ത വെറുതുകളും ദിക്റുകളും അതുപോലെ സൂഫിയാക്കളായി ജീവിച്ച പ്രപഞ്ചത്യാഗികളായി ജീവിച്ച മഹാരഥന്മാരായ ആളുകളുടെ ഔറാദുകളും ഇതിന്റെ മേലൊക്കെ സമ്മേളിക്കൽ എന്താകുന്നു? അതാണ് ഇത് പറയാൻ പോകുന്നത്. പള്ളിയിലോ പള്ളി അല്ലാത്ത മറ്റു കാങ്കാഹിലോ അല്ലെങ്കിൽ മദ്രസയിലോ അല്ലെങ്കിൽ പ്രത്യേകം സജ്ജീകരിച്ചതായ സ്ഥലത്തോ എവിടെയായാലും വേണ്ടില്ല, അങ്ങനെ ഒരുമിച്ചു കൂടുക എന്നതിന്റെ ഫضല് വലിയതായ ഫضലാണ്. എണ്ണിയാൽ തീരൂല, വിശദീകരിച്ചാൽ കഴിയൂല, എത്ര ഗ്രന്ഥം എഴുതിയാലും മതിയാവുകയില്ല, അത്രയും ശ്രേഷ്ഠമാണ്. എന്നാൽ സനൂരിദുൽ അഹാദീസ, 1-2 ഹദീസ് കൊണ്ട് നമുക്ക് ഇതിന്റെ ശ്രേഷ്ഠത പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിനും തെളിവ് എവിടുന്ന? ബഹുമാനപ്പെട്ട നമ്മുടെ മദ്ഹബിലെ അഗ്രഗണ്യനായ നിരവധി ഗ്രന്ഥങ്ങളും ഖുർആൻ വ്യാഖ്യാനവും ഹദീസിന്റെ പണ്ഡിതനും നഹ്വി ഗ്രാമറും ഇൽമു ബയാനും എല്ലാം മനസ്സിലാക്കിയ, എല്ലാത്തിനും വിശദീകരണം എഴുതുവാൻ അതിനായി അല്ലാഹു തആല തിരഞ്ഞെടുത്ത മഹാരഥനായ നമ്മുടെ ഗുരുവര്യന്മാരുടെ ഗുരുവര്യനായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്കുള്ള ഖാതിമത്തുൽ ഫതാവയിൽ നിന്നാണ് ഈ പറയാൻ പോകുന്നത്. ഖാല നഫഅ അല്ലാഹു ബിഹി, അദ്ദേഹത്തെ കൊണ്ട്, മഹാനവറുകളെ കൊണ്ട് അള്ളാഹു ഉപകാരം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഔറാദു സൂഫിയ്യത്തില്ലതി യഖറഊനഹാ ബഅദ സ്വലാത്തി അലാ ഹസ്ബി ആദാതിഹിം വസുലൂകിഹിം ലഹാ അസ്റുൻ അസീൽ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ പിന്നെ അന്തിമ തീരുമാന അതാണ്. ഇത് തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഷറഹിന്റെ മുസന്നിഫ് ഹബീബ് എന്നവർ ഇങ്ങനെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നത്. എന്താ പറയുന്നത്? സൂഫിയാക്കളായി ജീവിച്ചവരുടെ ഔറാദുകൾ അവർ പതിവായി ഓതിക്കൊണ്ടിരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർക്കോരോ പതിവുകളും അവർക്കോരോ റൂട്ടുകളുമുണ്ട്. അതനുസരിച്ചുകൊണ്ട് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഔറാദുകളെ നിഷേധിക്കുന്ന ഒരുപാട് ബിദ്അത്തുകാരും വിവരമില്ലാത്ത നമ്മിൽപ്പെട്ട ആളുകളുമുണ്ട്. എങ്കിൽ നമ്മുടെ മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞത് അത്തരം ഔറാദുകൾ പൊള്ളയല്ല, ലഹാ അസ്ലുൻ അസീൽ, അതിനൊക്കെ അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനം വെച്ചിട്ടാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത്തരം കാര്യങ്ങളുള്ളതിന്റെ പേരിൽ ഇവിടെയും തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തട്ടിപ്പ് നമ്മൾ മനസ്സിലാക്കണേ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഹദീസ് പറയാം. ഫഖദ് റവൽ ബൈഹഖിയു അൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ബൈഹഖി ഇമാം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തു. എന്ത്? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഖാല, നബി തങ്ങൾ പറഞ്ഞു. എന്ത്? ലഅൻ അദ്കുറല്ലാഹ തആല മാ ഖൗമിൻ മിൻ ബഅദി സ്വലാത്തിൽ ഫജ്രി ഇലാ തുലൂഇ ശംസി അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ. ലഅൻ അദ്കുറല്ലാഹ തആല, പടച്ച റബ്ബിനെ ഞാൻ ഓർക്കുക എന്നുള്ളത്, മാ ഖൗമിൻ, ഒരു ജനതയോടുകൂടെ, എപ്പോ? മിൻ ബഅദി സ്വലാത്തിൽ ഫജ്രി, സുബ്ഹി നമസ്കാരം കഴിഞ്ഞ ശേഷം, ഇലാ തുലൂഇ ശംസി, സൂര്യൻ കിഴക്കുന്നു ഉദിക്കുന്നത് വരെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കൂടെ ഞാനും ദിക്ർ ചൊല്ലുക എന്നുള്ളത് അഹബ്ബു ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ പ്രപഞ്ചത്തെക്കാളും ഇതിലുള്ള സകലതിനേക്കാളും ഇഷ്ടം അതാണ്.
എന്ന് റസൂലുള്ള പറയുമ്പോൾ അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. ആ ഒരുമിച്ച് കൂടുന്നതിനുള്ള പവിത്രത എത്രയാ! ഈ ഹദീസിൽ ഒരുമിച്ച് കൂടലും പറഞ്ഞു, സമയവും പറഞ്ഞു. ഇത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തതാണ് എങ്കിൽ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു അതേ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് മറ്റൊരു നിവേദനം എന്ത്? അന്നഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചക പൂങ്കവർ ആദരവായ വിധങ്ങൾ പറഞ്ഞു എന്ത്? ലഅൻ അഖഉദ മഅ ഖൗമിൻ യദ്കുറൂന അല്ലാഹ തആല, അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അവരോടുകൂടെ ഞാൻ ഇരിക്കല്. ഏത് സമയം മുതൽ? മിൻ സ്വലാത്തുൽ അസ്ർ, അസ്ർ നമസ്കാരം കഴിഞ്ഞത് മുതൽ ഇലാ അൻ തഗ്റുബ ശംസു, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നത് വരെ ഞാൻ അവരെ കൂടെ ഇരിക്കല്. അഹബ്ബു ഇലയ്യ, അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. എന്തിനേക്കാൾ? മിൻ അൻ അഅതിക അർബഅതൻ, ഒരു 4 അടിമയെ വാങ്ങി മോചിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഇഷ്ടവും കൂലിയുള്ളതുമാണ് അസ്ർ കഴിഞ്ഞിട്ട് മഗ്രിബ് വരെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിന്റെ കൂടെ ഞാനിരിക്കൽ. അപ്പോൾ ഈ സമ്മേളനത്തിന് എത്ര മഹത്വമുണ്ട്! ആ സമ്മേളനം ഹബീബായ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടതല്ലേ? എന്നാൽ ഒന്നും കൂടി നമുക്ക് കേൾക്കാം. അബൂ നുഐം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി തങ്ങൾ പറഞ്ഞു, മജാലിസു ദിക്രി തൻസിലു അലൈഹിമുസ് സകീനത്തു വതഹഫു ബിഹിമുൽ മലായികത്തു വതഗ്ശാഹുമുർ റഹ്മ വയദ്കുറുഹുമുല്ലാഹു ഫീമൻ ഇൻദ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ദിക്റിന്റെ സദസ്സ് അറിയണേ, ചില്ലറയല്ല അത്. ആ സദസ്സിലിരിക്കുന്നവരുടെ മേലിൽ അതാ അല്ലാഹു തആല റഹ്മത്ത് ഇറക്കി കൊടുക്കുന്നു, ഒരു മനസ്സമാധാനം നൽകുന്നു. വതഹഫു ബിഹിമുൽ മലായിക, ആ സദസ്സിനെ അതാ മലായികത്തുകൾ വലയം ചെയ്യുന്നു. വതഗ്ശാഹുമുർ റഹ്മ, റഹ്മത്ത് കൊണ്ട് അല്ലാഹു തആല അവരെ പൊതിയുകയാണ്. വയദ്കുറുഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹുവിന്റെ അടുക്കലുള്ള ഉന്നതന്മാർ അവരുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഇതാ ദിക്റിന്റെ സദസ്സിനെ കുറിച്ച്, ആളുകളെ കുറിച്ച് അള്ളാഹു തആല മഹിമ പറയുന്നു. അപ്പോ 1 ഹൃദയത്തിന് സമാധാനം, 2 മലായികത്തിന്റെ വലയം, 3 റഹ്മത്തിന്റെ പൊതിയൽ, 4 അള്ളാഹുവിന്റെ പുകഴ്ത്തലുകൾ. ഇതെല്ലാം ദിക്ർ ചൊല്ലുന്ന ആളുകൾക്കും സദസ്സുകൾക്കും ഉള്ളതാണ്. അപ്പോൾ മഹത്വം മനസ്സിലായല്ലോ. എന്നാൽ മുസ്ലിം, അഹ്മദ് റളിയല്ലാഹു അൻഹുമ, ഇവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത ഹദീസും കൂടി പറയാഞ്ഞാൽ മോശമല്ലേ? അത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തരുന്നു. അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൽ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു എന്ത്? ലാ യഖഉദു ഖൗമുൻ യദ്കുറൂനല്ലാഹ ഇല്ലാ ഹഫത്തുഹുൽ മലായികത്തു വഗശിയതുഹുർ റഹ്മത്തു വനസലത് അലൈഹിമുസ് സകീനത്തു വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഒരു വിഭാഗം ഇരിക്കുന്നില്ല, അവർ അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലുന്നവരാണ്. ആ രീതിയിൽ ഒരു വിഭാഗം ഇരിക്കുന്നേയില്ല. അവരെ മലക്കുകൾ വലയം ചെയ്തിട്ടല്ലാതെയില്ല, അവർക്ക് റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞിട്ടല്ലാതെയില്ല, അവരുടെ മേലിൽ അല്ലാഹു തആല സമാധാനം ഇറക്കിയിട്ടല്ലാതെയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഇവരുടെ സ്ഥാനമാനങ്ങൾ അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈഹഖി ഇമാമിന്റെയും അതുപോലെ അബൂദാവൂദ് എന്നവരും അബൂ നുഐമും അഹ്മദ് മുസ്ലിം റളിയല്ലാഹു അൻഹും ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ ദിക്റിന്റെ മഹത്വം എന്ത്, സമയം ഏതെന്നും എന്തൊക്കെ നേട്ടങ്ങളാണ്. ഇതിലും വലിയ നേട്ടം എന്താ വേണ്ടത്? അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ, ഞാനും നിങ്ങളും ഇങ്ങനെയുള്ള സദസ്സുകൾ വർദ്ധിപ്പിക്കുകയും ആ സദസ്സുകളിലേക്ക് ആളുകളെ കൂട്ടി നന്നാക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും എല്ലാവർക്കും റഹ്മത്തും ബർക്കത്തും മലായികത്തിന്റെ വലയവും അള്ളാഹുവിന്റെ പുകഴ്ത്തലുകളും ലഭിക്കണം. അങ്ങനെ ലഭിക്കുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എന്റെ ഈ ശബ്ദം എന്റെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ നിങ്ങളിലേക്ക് ഞാൻ വിടുകയാണ്. എന്നും ഞാൻ പറയുന്നത് പോലെ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ ദുആ ഇറക്കണം, ഈ സാധുവിന് വേണ്ടി മറക്കരുത്. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സതുദ്ദേശങ്ങൾ നിറവേറണം. എല്ലാ നിലയിലും ഭംഗി ലഭിക്കണം. ഞാനും പ്രാർത്ഥിക്കും. അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും ധാരാളം ചൊരിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.